ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്പോഞ്ച് കേക്ക് റെഡി ആവാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്പോഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കൂ, എന്തായാലും നിങ്ങളുടെ റെഡിയാവും. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതായത് 250 ml. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെല്ലാം കൂടി നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരും. അപ്പോൾ അത് വിചാരിച്ച് പേടിക്കേണ്ട. ബേക്കിംഗ് സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. മാത്രമല്ല, ഒരു 3 തവണയെങ്കിലും മിനിമം നിങ്ങളൊന്ന് അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനൊരു 4 തവണ വരെയൊക്കെ അരിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു അളവിലൊരു കപ്പ് എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് അളവെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് കട്ടയൊക്കെ, അതായത് ഇതുപോലത്തെ കട്ടയൊക്കെ ഉണ്ടാവും, അതൊന്ന് ഒഴിവാക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 എഗ്ഗാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് എഗ് വൈറ്റും എഗ് യോക്കും മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എഗ് വൈറ്റ് ആദ്യം ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മിക്സിയിൽ കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബീറ്റർ ഉള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് യൂസ് ചെയ്യാം കേട്ടോ. വിസ്ക് ആകുമ്പോൾ ഇത്രയും കൂടിയും ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റേജിലെത്തിയാൽ ഇപ്പോൾ ഇതുപോലെ ഒരു വെള്ള പതയിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര എടുക്കേണ്ട അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 250 ml തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണോ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ പഞ്ചസാര എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ, ബീറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. കേക്കിൽ നമുക്ക് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 75% നമ്മുടെ കേക്ക് റെഡിയായി തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഐസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2-3 തവണയാണ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിതുപോലെ നന്നായി കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായി കിട്ടില്ല? അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തായാലും ഞാൻ 100% ഉറപ്പ് തരാം, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റി അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അധികമൊന്നും ആയിട്ടില്ല ഞാൻ കേക്ക് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ മാംഗോ കേക്ക് അങ്ങനത്തെയൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിലുള്ള എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എസൻസ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ഞങ്ങളുടെ ചാനലായിട്ടുള്ള രുചി എക്സ്പ്രസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസിനൊക്കെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എഗ് യോക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല 4 എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ 1 by 1 ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. എഗ് യോക്കും അതുപോലെ തന്നെ എഗ് വൈറ്റും ഒരുമിച്ച് ബീറ്റ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുതും, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 സ്റ്റെപ്പായിട്ടോ അല്ലെങ്കിൽ 3-4 സ്റ്റെപ്പായിട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോൾഡിങ് മെത്തേഡാണ്. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല ശക്തിയിലോ അല്ലെങ്കിൽ കുത്തി ഇളക്കോ ഒന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറാണ് കേട്ടോ. നല്ല തണുപ്പും പാടില്ല അതുപോലെ തന്നെ ചൂടും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലിട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, 2 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ
കൊടുത്താൽ മതി. ഞാൻ 2 സ്റ്റെപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ ഞാനിത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു A4 ഷീറ്റൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതായി നമ്മൾ ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മടങ്ങി വരുന്ന മെത്തേഡാണെങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റ് ഫോമിലാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പായിട്ടോ അല്ലെങ്കിൽ 2 കുക്കറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ താഴെ ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വിസിൽ വെച്ച് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 45 മിനിറ്റ്സ് ആണ് എനിക്ക് ആയിട്ടുള്ളത് സമയം. അല്ല നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൂടുതൽ എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് കുത്തി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ താഴെയൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലും കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല നമ്മളിനി ഐസിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളും അതുപോലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്